അടിയന്തര അറ്റകുറ്റപ്രവൃത്തികൾ നടത്തി ഇരിട്ടി ബാരാപ്പോൾ മിനി ജലവൈദ്യുത പദ്ധതിയുടെ വൈദ്യുതി ഉൽപ്പാദനം പുനരാരംഭിക്കുവാൻ ധാരണ. വൈദ്യുത മന്ത്രി സണ്ണി ജോസഫും ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരും അയ്യൻകുന്ന് പഞ്ചായത്തിലെ ജനപ്രതിനിധികളും നാട്ടുകാരുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. മന്ത്രി സണ്ണി ജോസഫ് ബാരാപ്പോൾ സന്ദർശിച്ചു. കനാലിൽ രൂപം കൊണ്ട വലിയ ഗർത്തത്തെ തുടർന്ന് ഒരു വർഷമായി വൈദ്യുതി ഉൽപ്പാദനം നിർത്തിവെച്ച ബാരാപ്പോൾ ജലവൈദ്യുത പദ്ധതിയിൽ നിന്നും വീണ്ടും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാനാണ് ധാരണയായത്. വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫും ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരും അയ്യൻകുന്ന് പഞ്ചായത്തിലെ ജനപ്രതിനിധികളും നാട്ടുകാരുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. പദ്ധതി പ്രദേശം സന്ദർശിച്ച മന്ത്രി നിർത്തിവെച്ച ഉൽപ്പാദനം പുനരാരംഭിക്കുവാനുള്ള നിർദ്ദേശം നൽകി. പ്രദേശവാസികൾ പരാതിയുമായി രംഗത്തെത്തിയതോടെയാണ് പദ്ധതി പ്രദേശത്ത് യോഗം ചേർന്ന് ഉൽപ്പാദനം പുനരാരംഭിക്കുവാനുള്ള ധാരണയിലെത്തിയത്. ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ചോർച്ചയെ തുടർന്ന് മാറ്റിപ്പാർപ്പിച്ച 2 കുടുംബങ്ങൾക്ക് മുടങ്ങിക്കിടന്ന വീട്ടുവാടക പുനഃസ്ഥാപിച്ചു നൽകും. കനാലിലെ ചോർച്ച കാരണം അപകട ഭീഷണിയിലായ 6ഓളം കുടുംബങ്ങളെ ആവശ്യമെങ്കിൽ മാറ്റിപ്പാർപ്പിക്കും. ഇവരുടെ ഭൂമി ഏറ്റെടുക്കുന്നതുൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പുനരാരംഭിക്കുവാനും മന്ത്രി നിർദ്ദേശം നൽകി. കനാലിലൂടെ ജലം ഒഴുക്കിവിടുമ്പോൾ ചോർച്ച കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. ഘട്ടം ഘട്ടമായി കനാൽ പൂർണ്ണതോതിൽ നവീകരിക്കും. ഇതിനുള്ള പഠന റിപ്പോർട്ട് ലഭിച്ചാലുടൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ ഒരു മഴക്കാലത്തെ ഉൽപ്പാദനം നടത്താൻ സാധിച്ചില്ല. ഇത്തവണ മഴയത്താണ് ഇത് ഉൽപ്പാദിപ്പിക്കേണ്ടത്. ഇതുവരെയുള്ള പഠനങ്ങളും ചർച്ചകളും ഒക്കെ നടന്നെങ്കിൽ പോലും തീരുമാനമായില്ല. ഇപ്പം നമ്മൾ ജനപ്രതിനിധികളും നാട്ടുകാരുമായിട്ട് ചർച്ച നടത്തി ആ ഗർത്തമുണ്ടായ സ്ഥലത്ത് താൽക്കാലിക റിപ്പയർ നടത്താനും അതേപോലെ തന്നെ വെള്ളം ഒഴുകി പ്രശ്നം ഉള്ള വീടുകളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനുമാണ് തീരുമാനിച്ചിട്ടുള്ളത്. നേരത്തെ മാറ്റിപ്പാർപ്പിച്ചിരുന്ന ആളുകൾക്ക് വാടക കൊടുത്തിട്ടില്ല, വാടക കുടിശ്ശികയുണ്ട്. ആ വാടക കൊടുക്കാനും കൂടുതൽ ആരെയെങ്കിലും മാറ്റിപ്പാർപ്പിക്കേണ്ടതുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ജനപ്രതിനിധികളുമായിട്ട് ആലോചിച്ച് അവരെ മാറ്റിപ്പാർപ്പിക്കുന്ന നടപടിയിലേക്ക് കടക്കാനും വെള്ളം ഒഴുക്കി വൈദ്യുതി ഉൽപ്പാദനം ആരംഭിക്കുന്ന മുറയ്ക്ക് എന്തെങ്കിലും കൂടുതൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അപ്പോൾ ഇടപെട്ട് അത്തരം ആളുകൾക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുക്കാനുമാണ് തീരുമാനം. ഉൽപ്പാദനം പുനരാരംഭിക്കുന്നതിനാണ് സർക്കാരിന് മുന്നിലുള്ള മുന്തിയ പരിഗണന. അതോടൊപ്പം ജനങ്ങളുടെ സുരക്ഷയും ഉറപ്പാക്കും. പദ്ധതിക്ക് വേണ്ടി അധികമായി ഏറ്റെടുക്കുന്ന ഭൂമിയിൽ ടൂറിസം സാധ്യതകൾ പരിശോധിക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി. യോഗത്തിൽ അയ്യൻകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു. വൈദ്യുതി വിഭാഗം ജനറേഷൻ ഡയറക്ടർ MP രാജൻ, ചീഫ് എഞ്ചിനീയർ V വിനോദ്, ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ EK സിന്ധു, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ജെയ്സൺ കാരക്കാട്, ബേബി തോലാനി ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. സംഘം തകർന്ന കനാലും സന്ദർശിച്ചു. ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ.